It's easy to blame system. It is easy. It's very easy because system ഒരു പേഴ്സൺ അല്ലാത്തത് കൊണ്ട് തന്നെ സിസ്റ്റം വിൽ നോട്ട് കം ബാക്ക് ആൻഡ് ടെൽ us like why are you blaming me. ഇന്നും നല്ലൊരു ശതമാനം ആൾക്കാർക്കും അവരെന്താണ് ചെയ്യുന്നതെന്ന് ഒരു ഉത്തമ ബോധ്യമില്ലാതെ ചെയ്യുന്ന ഒരു വലിയ തലമുറ നമ്മുടെ ചുറ്റിനുമുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോഴും കുട്ടികൾ വന്ന് ചോദിക്കുന്നവരുണ്ട്, ഞാൻ ഈ സാധനം പഠിച്ചു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡിഗ്രി ചെയ്തു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ടീച്ചർ എന്നുള്ള ഐഡന്റിഫിക്കേഷൻ നമുക്കൊരു ഭയങ്കര സ്വീറ്റ് ആൻഡ് ഒരു സാറ്റിസ്ഫാക്ടറി ഐഡന്റിഫിക്കേഷൻ ആണ്. നമുക്ക് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവറിത്തിങ് ഈസ് അവൈലബിൾ അറ്റ് ദ ടിപ്പ് ഓഫ് യുവർ ഹാൻഡ്. അങ്ങനെ വരുമ്പോഴേക്കും ആൾക്കാർക്ക് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. You don't have the time to do all the mistakes in your life. Learn from others' mistake. Exactly. We have done a lot of that. So അതിൽ പഠിക്കുക. That is how mentors work. അല്ലെങ്കിൽ that is how role models work. ഇപ്പം ഞാൻ CA പഠിക്കുന്നു പറയുമ്പോഴേക്കും BA കഴിഞ്ഞിട്ടുള്ള കോഴ്സാണോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതൊരു കോമൺ സാധനം കേട്ടോ. എഞ്ചിനീയറിംഗ് കിട്ടാത്ത ആൾക്കാർ മെഡിസിൻ അതങ്ങനെയാണ് ഒരു ഹയറാർക്കിയാണ്. അന്നും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ഒരു സാധനം ഉണ്ടല്ലോ. ഗ്രൂപ്പിനെ അവർ ഹയറാർക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് 1, 2 ഗ്രൂപ്പ് 4 ആയിരുന്നു കൊമേഴ്സ്. ഞാൻ ത്രൂ ഔട്ട് കണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ഒരു നോർമൽ തോട്ട്. ഇപ്പോൾ CA സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CA കംപ്ലീറ്റ് ചെയ്യുന്നു, ദെൻ ഐം ഡൺ. പിന്നെ ഞാൻ കഴിയുന്നവരെ നമ്മൾ വിചാരിക്കും CA കഴിയുന്നു, പിന്നെ ലൈഫിൽ നമ്മൾ വേറെ ഒന്നും പഠിക്കുന്നില്ല. കാരണം അത്രയും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ CA ആകുക, ഒപ്പിടുക, ഇരിക്കുക മാത്രമാണ് ഒബ്വിയസ്ലി. എനിക്ക് തോന്നുന്നു ലിജിൽ പറഞ്ഞ കാര്യത്തിൽ വേറൊരു സ്ട്രൈക്കിംഗ് സാധനം കൂടി എനിക്ക് വന്നത്, നമ്മൾ ഈ പറയുന്ന പോലെ ഒരു അക്കാഡമിക്കലി നമ്മളൊരു ഫോർസൈറ്റ് ഇല്ലാതെ യു ഡു സംതിങ്, then you realize like എംപ്ലോയ്മെന്റിലേക്ക് വരുമ്പോൾ there's a huge vacuum. Exactly. പിന്നെ ആ വാക്യൂം പ്രോബബ്ലി കവർ ചെയ്യുന്നതായിരിക്കും ഡൂയിങ് സംതിങ് എൽസ്, പ്രോബബ്ലി ഫിറ്റിംഗ് ഇൻ ടു എ ബാങ്ക്, അല്ലെങ്കിൽ PSC ടെസ്റ്റ് ചെയ്തിട്ട് ബാങ്കിൽ കയറുന്നു. ഞാൻ ബാങ്കിന്റെ വേറൊരു തോട്ട് പ്രോസസ് കൂടെ പറയാം. നമ്മുടെ ഹോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സിറ്റുവേഷൻ. അപ്പം എല്ലാ ജോബ് മാർക്കറ്റും വർക്ക്സ് ലൈക്ക് എനി അതർ മാർക്കറ്റ്. നമുക്ക് എവിടെയാണോ ജോബിൻ്റെ റിക്വയർമെൻ്റ് ഉള്ളത് ആ സ്കില്ലിലായിരിക്കും അവർ ഹയർ ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് എ നോർമൽ തിങ് അല്ലേ. നമുക്ക് എത്രയാണോ എഞ്ചിനീയേഴ്സിന് ആവശ്യമുള്ളത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഷുഡ് പ്രൊഡ്യൂസ് ദാറ്റ് മച്ച് എഞ്ചിനീയറിംഗ്, റൈറ്റ്? അത് അങ്ങനെ ഒരു ആയിരിക്കും. നമുക്ക് എത്രയാണോ കൊമേഴ്സിൽ ആവശ്യമുള്ളത് അത്രയും വേണം. വി ആർ ഇൻ എ സിറ്റുവേഷൻ നൗ, ഐ തിങ്ക് കേരളം എനിക്ക് തോന്നുന്നു ഫ്രണ്ട് റണ്ണർ ഇൻ ദാറ്റ് ആണ്. അപ്പം നമ്മുടെ സ്റ്റേറ്റിൽ അഡാപ്റ്റേഷൻ ഭയങ്കര കൂടുതലാണ്, ലൈക്ക് ഇൻക്ലൂഡിങ് ദ ഡിസ്കഷൻ ദാറ്റ് വി ആർ ഹാവിംഗ് ടുഡേ. സോ ബാങ്കിൻ്റെ റിക്വയർമെൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് മാനേജേഴ്സ്, ആൻഡ് ഐ സോ ദിസ് ആൻഡ് ഐ വാസ് സർപ്രൈസ്ഡ്. റിക്വയർമെൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ഇൻ ബാങ്ക്, അതിൽ റിക്വയർമെൻറ്റ് എടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ബിടെക്കാണ്. ബാങ്കിന് തന്നെ അറിയാം ബിടെക്കും ഈ പറഞ്ഞിരിക്കുന്ന അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ റോളും തമ്മിലൊരു ബന്ധമില്ലാന്ന്. പക്ഷേ ബാങ്കിനും അറിയാം നല്ല സ്മാർട്ടായിട്ടുള്ള ക്യാപ്പബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾ ഓട്ടോമാറ്റിക്കലി പോയി എഞ്ചിനീയറിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അവൻ ഐ കൻ ട്രെയിൻ ഹിം, അതാണ് ബാങ്കിൻ്റെ കോൺഫിഡൻസ്. ഐ കൻ ട്രെയിൻ ഹിം ഇൻ ഫിനാൻസ്, ഐ കൻ ട്രെയിൻ ഹിം ഇൻ കൊമേഴ്സ്, and I can use him for the right role. പക്ഷേ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? We should have, our system should have ideally created enough engineering to do the എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോർ റോളിലേക്കുള്ള ആൾക്കാരായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇതിപ്പോൾ ബാങ്കിങ്ങിൽ പറഞ്ഞു നിർത്തിയപ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് ഡിഫറെന്റ് ഇൻ MNCs ആസ് വെൽ, ബിക്കോസ് the MNC that I have worked on, ഞാൻ റിയൽ എസ്റ്റേറ്റ് വാല്യുവേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ ടീമിൽ ഉണ്ടായിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് 2 പേരും ബാക്കി എല്ലാവരും BTech അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ ഐ വാസ് സർപ്രൈസ്, ലൈക്ക് എന്താ സിവിൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ തന്നെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് വാല്യുവേഷൻ പ്യുവർ വാല്യുവേഷൻ. പക്ഷേ അവിടെ അവർ കാണുന്നതെന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് ഇനഫ് പീപ്പിൾ ഹു ആർ ആക്ച്വലി സ്കിൽഡ് ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ പ്രോബബ്ലി അഗെയിൻ സ്മാർട്ടർ ബ്രെയിൻസ് ഹാവ് ഗോൺ ഫോർ ദിസ്. സോ ലെറ്റ്സ് ടേക്ക് ദം, മേക്ക് ദം അൺലേൺ വാട്ട് ദേ ഹാവ് ആക്ച്വലി ലേൺഡ് ആൻഡ് ദെൻ മേക്ക് ദം റീലേൺ സംതിങ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ റോൾ. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ സോ ഐ യൂസ് ടു ആർഗ്യൂ വിത്ത് മൈ മാനേജർ ആസ്കിങ് ലൈക്ക് വൈ യു ഹാവ് ടു ടേക്ക് ദം. Then she is like, or like what the response that I get is like, see അവർ ഇത്തിരി കൂടി സ്മാർട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അനലിറ്റിക്കലി ഇത്തിരി കൂടി സ്മാർട്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് rather than hiring so you don't get enough CAs to fit in that role. നമുക്കൊരു റോളിലേക്ക്, ബിക്കോസ് ദർ ആർ ഡിഫറെൻറ്റ് തിങ്സ് ദാറ്റ് എ CA കുഡ് ഡു. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓഡിറ്റ്, ടാക്സ്, ഫിനാൻസ് എല്ലാത്തിലും വരുമ്പോൾ വാല്യുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി നീഷായിട്ടുള്ളൊരു ഫീൽഡായിരുന്നു. അപ്പോൾ അവിടെ സെക്കൻഡ് ഓപ്ഷനായിട്ട് അവരൊരു BCom, ഞാൻ പറഞ്ഞു വൈ ഡോണ്ട് വി ഹയർ സംബഡി ഹു ഹാവ് ഡൺ എ BCom, പറഞ്ഞാൽ ഇത്തിരി കൂടി സ്മാർട്ടർ ബ്രെയിൻസ് മറ്റേതായിരിക്കും എന്ന് പറഞ്ഞ് ഹയർ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് ഈസിയർ ടു മേക്ക് ദം അൺലേൺ തിങ്സ് and then relearn what is required for the role. എനിക്ക് തോന്നുന്നത് something അത് തന്നെയായിരിക്കും ആ ബാങ്കിങ് റോളിലും അവർ നോക്കി കാണുന്നത്. is one of the problems with our education system. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചത് അൺലേൺ ചെയ്ത് റീലേൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നോർമലി അങ്ങനെ വരത്തില്ലായിരുന്നു. പക്ഷെ അതൊരു വിഷ്ണു ചോദിക്കുന്നത് അതൊരു സിസ്റ്റത്തിന്റെ കുറവാണോ അതോ റൈറ്റ് മെന്റർഷിപ്പ് കിട്ടാത്തതിന്റെ, റൈറ്റ് ഡയറക്ഷൻ കിട്ടാത്തതിന്റെ ഒരു കുറവാണോ എന്നുള്ളതാണ്. നമ്മൾ ഇറ്റ്സ് ഈസി ടു ബ്ലെയിം സിസ്റ്റം,
ഇറ്റ് ഈസ് ഈസി, ഇറ്റ്സ് വെരി ഈസി. ഇറ്റ്സ് വെരി ഈസി ബിക്കോസ് സിസ്റ്റം ഒരു പേഴ്സൺ അല്ലാത്തത് കൊണ്ട് തന്നെ സിസ്റ്റം വിൽ നോട്ട് കം ബാക്ക് ആൻഡ് ടെൽ us ലൈക്ക് വൈ ആർ യു ബ്ലെയിമിങ് മീ. പക്ഷെ ഞാൻ അത് ഇച്ചിരിയും കൂടി ഐ വോണ്ട് ടു ഗോ ടു വൺ മോർ ലെവൽ വേർ വി ലുക്ക് അറ്റ് തിങ്സ് ആൻഡ് സേ ലൈക്ക് okay, are we having right mentors, right people to give directions to actually help people to take a decision എന്നുള്ളത്. അതെ, നമ്മൾ തന്നെയാണ് സിസ്റ്റം, നമ്മൾ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇത് നമ്മൾ ട്രാഫിക്കിൽ പോയിട്ടെ മറ്റേ കാറിൽ ഇരുന്നുകൊണ്ട് പറയുന്ന പോലെ ഭയങ്കര ട്രാഫിക് സിഗ്നൽ, ഞാനും കാറുകൊണ്ട് അവിടെ ഇരുന്നോണ്ടാണ് അവിടെ ട്രാഫിക്. സോ നമ്മൾ അതിനെ ബ്ലെയിം ചെയ്യുന്ന പോലത്തെ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിംഗ് ദാറ്റ് റൈറ്റ് മെന്റർ ബിക്കോസ് ഇന്ന് വി ലിവ് ഇൻ എ വേൾഡ് ഓഫ് ഇൻഫ്ലുവൻസസ് ബിക്കോസ് വി and the other counterpart is like we can easily get influenced as well. There is no harm in it. See, I don't see a harm in it, but then right mentors, right influencers will actually help you to save a lot of money and time എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വി ആർ പാർട്ട് ഓഫ് ദ സിസ്റ്റം, ബട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ആൻഡ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് എ ലോട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്ക് എല്ലായിടത്തും പോയിട്ട് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഐ മീൻ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് അസ് ഒബ്വിയസ്ലി. പക്ഷേ ദി ലാർജർ പാർട്ട് ഓഫ് ദി സിസ്റ്റം എങ്ങനെയാണെങ്കിൽ പിന്നെ മൊത്തത്തിൽ സിസ്റ്റത്തിനകത്ത് ഫാൾട്ട് ഡിസൈൻസ് സിസ്റ്റം വിൽ ഗോ ത്രൂ എ ചേഞ്ച്. ഹൗ ഫാസ്റ്റ് ഹൗ സ്ലോ എന്നുള്ളതായിരിക്കും അതിൻ്റെ. ഫോർ എക്സാമ്പിൾ ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് ലൈക്ക് ഞാൻ നേരത്തെ നിഖിൽ പറഞ്ഞ പോയിന്റിൽ ഞാനൊരു ക്വസ്റ്റ്യൻ എനിക്ക് നിഖിലിനോടുള്ളത്, ഇപ്പോൾ ബിഫോർ യു ഗെറ്റ് ഇൻ ടു ഇൻഫോ പാർക്ക് റൈറ്റ്, ഡിഡ് യു നോ ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്? അറിയില്ല. ആസ് എ സ്റ്റുഡൻറ് ഡിഡ് യു നോ? അതിലും എളുപ്പം ഞാൻ പറഞ്ഞു തരുന്നത്, ലാപ്ടോപ്പിലാണ് അവിടെ എല്ലാവരും ജോലി ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാം. ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് എന്താണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത്, കാരണം ഞാൻ ഐ ഹാവ് സീൻ മൈ ഫാദർ ഗോ ടു വർക്ക് മേക്ക് തിങ്സ്. ഒരു ഫിസിക്കൽ കമ്മോഡിറ്റി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ഓർത്തത് ഞാൻ ഈ ലാപ്ടോപ്പിൽ ഞാൻ എന്ത് ജോലിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ലാപ്ടോപ്പിൻ്റെ അകത്തൊരു ലോകം തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ലോകത്തിലേക്ക് മൊത്തം നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്താമെന്ന് ഞാൻ തിരിച്ചറിവ് എനിക്ക് വന്നത് എൻ്റെ ആ ഒരു 21-22 വയസ്സിൽ ഞാൻ കയറുന്ന സമയത്താണ്. അപ്പോൾ ഇൻഫോ പാർക്ക് വിട്, ഇൻഫോ പാർക്കിന്റെ അകത്ത് നമ്മളൊരു ലാപ്ടോപ്പിന്റെ അകത്ത് നമ്മൾ എങ്ങനെ ജോലി ചെയ്യും? ഫ്രണ്ട് സീരീസിൽ മറ്റേ ചാൻഡലറിന്റെ ഒരു സീരീസ് ഉണ്ട്, അതിൽ മറ്റേ ചാൻഡലറിന്റെ ജോലി എന്താണ്, ചാൻഡലറിൽ മറ്റേ ജോലി എന്താന്ന് പറയുന്ന ഒരു എപ്പിസോഡ് തന്നെ ഉണ്ട്. ആർക്കും അറിഞ്ഞൂടാ പുള്ളി എന്താ ചെയ്യുന്നത്, പുള്ളി ലാപ്ടോപ്പിൽ അല്ല. ഇന്ന് ഞാൻ പറയുന്നത് ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഡിബേറ്റബിൾ, പക്ഷെ ഇന്നും നല്ലൊരു ശതമാനം ആൾക്കാർക്കും അവരെന്താണ് ചെയ്യുന്നതെന്ന് ഒരു ഉത്തമ ബോധ്യമില്ലാതെ ചെയ്യുന്ന ഒരു വലിയ തലമുറ നമ്മുടെ ചുറ്റിനുമുണ്ട്. ആൻഡ് ഐ ക്യാൻ സേ ഇറ്റ് ബിക്കോസ് ഐ ഹാവ് സീൻ ത്രൂ എ ലോട്ട് ഓഫ് ലൈഫ്സ് ഇൻ ലാസ്റ്റ് 11-12 years വർക്കിംഗ് വിത്ത് ഡിഫറെൻറ്റ് കമ്പനീസ് ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഡിഫറെൻറ്റ് ക്ലയൻറ്റ്സ്, ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, പലരോടും നമ്മൾ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ they don't exactly know what they are doing. Rather what they are doing is like because I am asked to do. And it makes a lot of difference. ഞാൻ അവരോട് പറയാം, നിങ്ങൾ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ എന്താണ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കില്ലെന്നുണ്ടെങ്കിൽ ഹൗ വിൽ പീപ്പിൾ ട്രസ്റ്റ് ഇൻ യു? എനിക്ക് അവിടെ ആക്ച്വലി നിഖിലിൻ്റെ അടുത്ത് നിഖിലിൻ്റെ ഒരു ജേർണി ഒന്ന് ചോദിക്കാനായിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് ഐ എം ഷുവർ നമ്മുടെ പ്രധാനപ്പെട്ട കരിയർ റിലേറ്റഡ് ഡിസിഷൻസ് എല്ലാം തന്നെ പരസ്പരം ഡിസ്കഷൻസിലൂടെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഐ സ്റ്റിൽ റിമെമ്പർ 12th കഴിഞ്ഞ ഉടനെ ഞാൻ CA പോണ കാര്യം ഞാൻ നിഖിലിനോട് പറഞ്ഞപ്പോഴേക്കും നിഖിൽ എന്നോട് പറഞ്ഞത് ACC എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സിനെ പറ്റി ഉണ്ട്, എനിക്ക് UK പോകണം, ഞാൻ UK പോകും എന്നുള്ള രീതിയിലാണ്. അപ്പം മൈ മൈൻഡ് വാസ് ഫിക്സ്ഡ് അറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആൻഡ് ഹിസ് മൈൻഡ് വാസ് ഫിക്സ്ഡ് അറ്റ് ACCA. ആൻഡ് ACCA എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ദി ഓൺലി തിങ് ഐ ന്യൂ വാസ് അതൊരു UK ക്വാളിഫിക്കേഷൻ ആണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ നിഖിലിനെ കാണുന്നത്. അപ്പോൾ അവൻ EYയിൽ പ്ലേസ്ഡ് ആവാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാനും നിഖിലും തമ്മിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ കുറച്ച് കുറവായിരുന്നു. ബിക്കോസ് ഹി സ്റ്റാർട്ടഡ് വർക്കിംഗ് ദെയർ ആൻഡ് ഐ ഗോട്ട് ബിസി വിത്ത് മൈ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് ആസ് വെൽ. ബട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ മാസങ്ങളുടെ ഇടവേളയിൽ വി യൂസ് ടു മീറ്റ്. ആൻഡ് ഓരോ തവണ മീറ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾ കൂടുതലും സംസാരിക്കുന്നത് ജോലിനെ പറ്റിയിട്ടും കരിയറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആൻഡ് ഒരു 4-5 വർഷം, ഐ തിങ്ക് 2016-17 ഞാൻ എൻ്റെ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐ ഹാഡ് എ ഡിസ്കഷൻ വിത്ത് നിഖിൽ. ഞാൻ നിഖിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ടീച്ചിങ്ങിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ACCA വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അത് ശരിക്കും ഒരു മെൻറ്റർഷിപ്പ് റോൾ പോലെയായിരുന്നു. ACCA സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് ബാച്ച് ഞാൻ എടുക്കാൻ വേണ്ടി പോയിട്ട് എനിക്കൊരു സബ്ജക്റ്റ് ഒന്ന് കുറച്ച് ടോപ്പിക്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡെമോ സെഷൻസ് വെച്ചായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ ഹാഡ് എ ഡിസ്കഷൻ വിത്ത് നിഖിൽ. ഞാൻ നിഖിലിനോട് ചോദിച്ചു എങ്ങനെയായിരുന്നു ACCയുടെ സബ്ജക്ട്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്. ആൻഡ് ബൈ ദാറ്റ് ടൈം ഹി ആക്ച്വലി സ്റ്റാർട്ടഡ് റിക്രൂട്ടിംഗ് പീപ്പിൾ.
ആൻഡ് അവിടെ വരുമ്പോഴേക്കും ബീയിങ് എ കോർപ്പറേറ്റ് ട്രെയിനർ ആൻഡ് റിക്രൂട്ടർ വാട്ട് വർ ദി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഡിയൻസസ് ദാറ്റ് കെയിം ഫോർ ദി ഇന്റർവ്യൂ, എങ്ങനെയായിരുന്നു വാട്ട് ഗ്യാപ്സ്, എനിക്ക് അറിയേണ്ട ക്വസ്റ്റൻ അതാണ്, എന്ത് ഗ്യാപ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്? എക്സാക്ട്ലി, എനിക്കും തന്നെ അത് അറിയേണ്ടത്. ഡേറ്റിംഗ് ബാക്ക് ടു ലൈക്ക് സേ ഫ്രം 2013-14 ടൈം വെൻ ഐ സ്റ്റാർട്ടഡ് വിത്ത് ദ കോർപ്പറേറ്റ്സ്, അതിനൊരു 1-2 years വാസ് എ ലേണിംഗ് കർവ് ഫോർ മീ ആസ് വെൽ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു എൻവയോൺമെന്റ് ആയിട്ട് അക്വൈൻറ്റഡ് ആവുക, ആൾക്കാർ, കാരണം ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം ടു ബി വെരി ഓണസ്റ്റ്. നമ്മൾ അത്രയും കാലം ഞാൻ കണ്ടൊരു ജീവിതങ്ങളും ലൈഫും അതിൻ്റെ രീതികളും ആയിരുന്നില്ല. എനിക്ക് അക്വൈൻറ്റഡ് ആവാൻ കുറേ സമയമെടുത്തു. ആൻഡ് ഞാൻ അന്ന് പേഴ്സണലി ഫേസ് ചെയ്തൊരു ചാലഞ്ച് വാസ് ആസ് സിമ്പിൾ ആസ് ഐ വാസ് ടോട്ടലി ന്യൂ ടു ദ സിസ്റ്റം ആൻഡ് ഐ ഡോണ്ട് റിയലി ഹാഡ് മെനി പീപ്പിൾ ടു ആക്ച്വലി ടെൽ മീ ഓക്കെ എന്താണ് അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്, എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളത്. ആൻഡ് ദ സാഡ് പാർട്ട് ഇസ് ലൈക്ക് ഇന്നും പലരും ഒരു 10-12 years ലേറ്ററും ഇന്നും പല കുട്ടികളും, ബിക്കോസ് ഐ ഹാവ് വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് ന്യൂ ഫോക്സ്, കാരണം മിക്കവാറും പുതിയ ഹയറിങ്സ്, ഫ്രഷേഴ്സ് ഹയറിങ്സ് വരുന്നവരാണ് കൂടുതലും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർ. ഇന്നും ആ ഒരു ഗ്യാപ്പ് ഇൻഡസ്ട്രിയിൽ പേഴ്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ എന്താണ് വാട്ട് ഈസ് റോങ് എന്ന് എന്നെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ആ ഒരു ആസ് യു ഹാഡ് മെൻഷൻഡ് അബൌട്ട് ദ ഗ്യാപ്പ്, ഈ ഞാൻ അന്നാ കയറിയ സമയത്ത് എനിക്ക് വളരെ ലാക്ക് ഓഫ് റിസോഴ്സസ് ഉണ്ടായിരുന്നു. അന്ന് മീഡിയ ഇത്ര എക്സ്പാൻഡഡ് അല്ല, സോഷ്യൽ മീഡിയ ഇത്ര എക്സ്പാൻഡഡ് അല്ല. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. അന്ന് ഞാൻ ഈവായെന്ന ഒരാളെ കണ്ടുപിടിച്ച് സംസാരിച്ച് അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ എടുത്തിരുന്ന എഫേർട്ട് വാസ് ലൈക്ക് ഐ ഹാഡ് ടു ഫിസിക്കലി ഗോ അറൗണ്ട്. ഇന്ന് ഇറ്റ്സ് മച്ച് ഈസിയർ. യു ഗോ ടു ലിങ്ക്ഡിൻ, യു ഫൈൻഡ് എ പീപ്പിൾ, യു ആസ്ക് ദം. ഇന്ന് എൻ്റെ അടുത്ത് ജോലി ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പേര് വരുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ചോദിക്കും, സാർ അറിയോ ഇത് എവിടെ എങ്ങനെയാണെന്ന് ചോദിക്കും. ഞാൻ പറയും ഫൈൻഡ് സംബഡി ഹൂസ് വർക്കിംഗ് ദർ ഇൻ ലിങ്ക്ഡിൻ, ടോക്ക് ടു ദം. ഇറ്റ്സ് മച്ച് ഈസിയർ നൗ. പക്ഷെ അന്ന് ഉള്ളൊരു സമയത്ത് ഈ പറയുന്നത് പോലെ ഞാൻ കയറിയൊരു സമയത്തായാലും അത് കഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന പോലെ പലരും റിക്രൂട്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്തായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ദേ മൈറ്റ് ബി ക്വാളിഫിക്കേഷനുള്ള കുട്ടികളായിരിക്കും വരുന്നത്. പക്ഷേ ഒരു പ്രാക്ടിക്കാലിറ്റി ഓഫ് തിങ്സ് നമ്മൾ ചോദിക്കാൻ നേരത്ത് then there is a huge question mark. So that is one of the major setbacks that I have always seen. And for that one reason I had to fight with my HR always. ബിക്കോസ് ഞാൻ പറയും നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്, അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ ആർ യു ഡൂയിങ് സംതിങ് ടു ഇവാലുവേറ്റ് ആൻഡ് സീ ലൈക്ക് ഇഫ് ദേ ഹാവ് സഫിഷ്യൻറ്റ് സ്കിൽസ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ വർക്ക്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഓക്കെ ഹെൽപ്സ് യു ടു റീച്ച് അൺടിൽ ദാറ്റ് ഇൻ്റർവ്യൂ ടേബിൾ. പക്ഷെ ഇൻ്റർവ്യൂവിൻ്റെ ഈ സീറ്റിൽ നിന്ന് അപ്പുറത്തെ സീറ്റിലേക്കുള്ള ഒരു ജേർണി ഡിമാൻഡ്സ് എ ലോട്ട് ഓഫ് അതർ തിങ്സ്. ആൻഡ് വൈ പീപ്പിൾ ആർ നോട്ട് ഡൂയിങ് ദാറ്റ്? Because as a recruiter, അല്ലെങ്കിൽ as a senior, what the difficulties that I have faced is like to upskill them. നമ്മൾ അവരെ എടുക്കുന്നു ആൻഡ് യു വിൽ ഹാവ് ടൈറ്റ് ഡിമാൻഡ് ഓഫ് വർക്ക്. ആ സമയത്ത് നമ്മൾ ഇവരെ എടുത്ത് പുതിയൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക, ലിറ്ററലി പുതിയൊരു കാര്യം. കാരണം ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് വർക്ക് സ്കില്ലില്ല. നമ്മൾ ആ സിസ്റ്റം പഠിപ്പിച്ചു കൊടുക്കുന്നു, അതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, എഫേർട്ട്. ദെൻ ദ ക്ലൈൻറ്റ് ഈസ് വെയിറ്റിംഗ് അറ്റ് അതർ ആൻഡ് യു ഹാവ് ടു ഫാസ്റ്റ് ട്രാക്ക് യുവർ വർക്ക്. ദെൻ ഇറ്റ് ബിക്കംസ് എ ഹെക്ടിക് ഫോർ ദെം ആസ് വെൽ ആസ് ഫോർ അസ്. അപ്പോൾ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം ഇയേഴ്സ് പാസ്ഡ് ഓൺ, ബട്ട് ദെൻ ദർ വാസ് സർട്ടൻ തിങ്സ് ദാറ്റ് വാസ് സ്റ്റിൽ ബീയിങ് ദ സെയിം. അപ്പോൾ അതെനിക്ക് എന്നെ തന്നെ വളരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാര്യമായി. ആം ഐ ഡൂയിങ് ഇനഫ് ടു ആക്ച്വലി ഹെൽപ്പ് പീപ്പിൾ? അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ അവിടെ ഒരു സീറ്റിലിരിക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വരുന്ന കുട്ടികളുടെ അടുത്ത് ചിലപ്പോൾ ഞാൻ ഫീഡ്ബാക്ക് ആയിട്ട് പറയും, സി ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു നീഡ് ടു ഇംപ്രൂവ് എന്നുള്ളത്. ബട്ട് വെൻ ഐ റിയലൈസ് ദ ഫാക്ട് ദാറ്റ് ദർ ഇസ് എ ലാർജർ ഓഡിയൻസ് ഔട്ട്സൈഡ് ഹൂ ആർ സ്റ്റിൽ നോട്ട് അവെയർ ഓഫ് ഇറ്റ്, ദാറ്റ് ഇസ് വെൻ എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ അന്നാണ് ചോദ്യം ചെയ്തു തുടങ്ങിയത്. ആം ഐ ഡൂയിങ് ഇറ്റ് റൈറ്റ്? ആം ഐ സിറ്റിംഗ് അറ്റ് എ പ്ലേസ് ടോക്കിംഗ് ടു ഓൺലി 10 kids who is coming in front of me? But then there is a population of say 50,000 or 1 lakh kids that is outside, still doesn't have an exposure. Doesn't even have a clue what is the journey towards from there to ഈ പറഞ്ഞിരിക്കുന്നതിൽ ലാൻഡ് ചെയ്യാൻ കാരണം വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ഇപ്പോഴും കുട്ടികൾ വന്ന് ചോദിക്കുന്നവരുണ്ട്, ഞാൻ ഈ സാധനം പഠിച്ചു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡിഗ്രി ചെയ്തു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളിത് പഠിച്ചതെന്നുള്ളത്. പല ഇൻഡ്യൂസിങ് ഫാക്ടേഴ്സാണ്. ചിലപ്പോൾ ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്, ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ എൻ്റെ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരാൾ നമുക്ക് അപ്പം അങ്ങനത്തെ ലെഗസി ഫാക്ടേഴ്സ് ഒക്കെ ഇപ്പോഴും ഓടുന്നൊരു നാടാണ് നമ്മളുടേത്. വേറെ വിച്ച് അയാൾ ചെയ്തിട്ടുണ്ട്, അയാൾ അതിൽ കരപറ്റിയത് കൊണ്ട് ഞാനും ഇത് ചെയ്താൽ എനിക്ക് ഇതേപോലെ തന്നെ ആവാം. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. എവറി ജേർണി ഈസ് ഡിഫറെൻറ്റ്. അതിപ്പോൾ ലുക്ക് അറ്റ് us, 3 of us ഓൾമോസ്റ്റ് ഈക്വൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഓൾമോസ്റ്റ് സെയിം ഏജ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ. Our journey has been different. We have all gone through our different paths.
But ultimately, there are certain common grounds that has brought us together. എക്സാക്ട്ലി. അപ്പോൾ ദാറ്റ് ഇസ് ദ സെയിം തിങ്. അത് തന്നെ ഞാൻ ഇൻഡസ്ട്രിയിലും കണ്ടിട്ടുള്ളത്. മോസ്റ്റ്ലി പീപ്പിൾ ആർ ക്ലൂലെസ്. ഐ എം വെരി സോറി ടു സേ ദിസ്, ബട്ട് ദെൻ ലാർജർ പോപ്പുലേഷൻ ഇസ് ലൈക്ക് ദാറ്റ്. ആൻഡ് അത് അവർ പഠിക്കുന്നത് ഇത്തിരി ഹാർഡ് ജേർണിയിലൂടെ ആയിരിക്കും. എക്സാക്ട്ലി. അത് വരുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ആ ഒരു സ്ട്രെസ്, നമ്മൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് കോർപ്പറേറ്റ്സിനെയൊക്കെ ചേർത്തിട്ട്, എനിക്ക് സ്ട്രെസ് ആണ്, എനിക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ ഇന്നും സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നത്, ഇഫ് ദേ ആർ ഗിവൺ റൈറ്റ് മെന്റർഷിപ്പ്, റൈറ്റ് എക്സ്പോഷർ അറ്റ് എൻ ഏർലിയർ സ്റ്റേജ്. നമ്മൾ ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി പഠിക്കണം. നമ്മൾ ചിലപ്പോൾ അവിടെ സ്റ്റെപ്പ് ഇൻ ചെയ്താലേ പഠിക്കത്തുള്ളൂ. ബട്ട് യു ക്യാൻ സ്റ്റിൽ പ്രിപ്പയർ സ്റ്റുഡൻസ് ഓർ കിഡ്സ് ഫോർ ദാറ്റ്, വിച്ച് വിൽ ആക്ച്വലി മേക്ക് ദർ ജേർണി ഈസിയർ. ആൻഡ് അങ്ങനെ ട്രാൻസിഷൻ ചെയ്തിരിക്കുന്നവരുടെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്സ് ആക്ച്വലി എംപവേർഡ് മീ ടു ആക്ച്വലി ഗോ ഔട്ട് ആൻഡ് മേക്ക് ദാറ്റ് ജേർണി സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റുഡൻസ്. ആൻഡ് എന്താണോ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് പാസ് ഓൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇപ്പം നിഖിൽ പറഞ്ഞ പോയിന്റിൽ എനിക്ക് 2 ആസ്പെക്ട് അവിടെ റെലവെൻ്റ് ആയിട്ട് വരും. സോ ദിസ് ഇസ് എ സിസ്റ്റം ദാറ്റ് വി വാണ്ടഡ് ടു ക്രിയേറ്റ്, അല്ല ഇതാണ് സിസ്റ്റം ബേസിക്കലി, വിച്ച് വിൽ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഈ പറഞ്ഞിരിക്കുന്ന ലേണേഴ്സും അതിൻ്റെ എൻഡ് ഗോൾ എന്താണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിന് ഒരു കാൻഡിഡേറ്റ്, it is difficult. Okay, I don't think anybody would have an idea in terms of എന്താണ് അവർക്ക് ലൈഫിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഏർലി സ്റ്റേജിൽ വരാൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ്, ലൈക്ക് ഞാനത് പറയാനുള്ള റീസൺ, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു, നേരെ ബാങ്കർ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ I agree to that fact because that's a kind of similar journey everybody has. Correct. സോ നമുക്കാണെങ്കിലും ഇൻഡിവിജ്വലി ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സീ വാട്ട് ഇസ്, ബട്ട് നമുക്ക് ഒരു അവയർനെസ് വേണം. എന്തായിരിക്കും ഞാൻ വെൻ ഐ എൻഡ് അപ്പ് ഡൂയിങ്. ദർ ഇസ് എ പോസിബിലിറ്റി സ്റ്റിൽ ദാറ്റ് യു മൈറ്റ് ബി ഏബിൾ ടു ടേക്ക് ഒരു റോഡ് നേരെ ആയിരിക്കത്തില്ല, നമ്മൾ ജേർണി ലെഫ്റ്റും റൈറ്റൊക്കെ വളവ് തിരഞ്ഞെടുക്കുമായിരിക്കും. പക്ഷേ വി ഷുഡ് നോ ദാറ്റ് ഓക്കെ ഇതായിരിക്കാം എൻ്റെ ഡെസ്റ്റിനേഷൻ. എക്സാക്ട്ലി, ഇതായിരിക്കാം അറ്റ്ലീസ്റ്റ് ഞാൻ ഈ ജേർണി എടുത്തു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളായിരിക്കാം. അത് ദാറ്റ് കംസ് വിത്ത് ഒരു ദർ ഷുഡ് ബി എ മെർജർ സംവെയർ ഹാപ്പനിങ് ബിറ്റ്വീൻ നമ്മുടെ ഇൻഡസ്ട്രിയും ഫ്രം ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് വി ഹാവ്. ആ ഒരു മെർജർ വേണം. പ്ലസ് അവയർനെസ്സിൻ്റെ ഒരു റൈറ്റ് പാത്ത്. അവയർനെസ് ഇന്ന് ഓവർ അവയർനെസ് ആണ് പല സ്ഥലങ്ങളിലും, പക്ഷെ ഒരു റൈറ്റ് പാത്ത്, ലൈക്ക് ഓക്കെ എക്സാക്ട്ലി ഇവരെന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ സ്കിൽ ഗ്യാപ്പിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഇനീഷ്യലി വി സ്പോക്ക് അബൌട്ട് എങ്ങനെയാണ് ആൾക്കാർ ഒരു പെർട്ടിക്കുലർ കോഴ്സ് എടുത്തതെന്ന്. വെൻ നമ്മൾ ഈ നോർമലി സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ദർ ഇസ് എ ഷിഫ്റ്റ്, ഓക്കെ, say for example from engineering to medicine, there is now a good shift that is happening into commerce, and I believe that is really really good. But when we directly move to commerce, there also we should question, even in terms of nammalipo ee job oriented skills maatralla, in terms of the courses that people pursue, is it the right amount of people going into the right courses? Commerce nu parayna eppozhum oru course alla. Commerce is not chartered accountancy, right? Commerce is not just another course. Commerce il ippom BCom മാത്രമല്ല, അതിന് ശേഷം there is so many field that opens up for you. Appo avideyum there should be a real question of industry telling, communicating it back. Like you and I, we all discussed it years back in terms of what is the requirement, and that's probably one of the reason we are sitting here, like that we understood people are pursuing commerce, but are they pursuing the right opportunity? ആ ഒരു ക്വസ്റ്റ്യൻ രണ്ട് കാര്യങ്ങൾ അവിടെ കോയിൻസൈഡ് ചെയ്യണം. ഒന്ന് ഈ പറയുന്ന പോലെ എൻ്റെ ഇൻട്രസ്റ്റ്, 2 ഈ പറയുന്ന പോലെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതിനെ പറ്റി അബ്സല്യൂട്ട് ക്ലാരിറ്റി വേണമെന്ന് ഞാനും പറയത്തില്ല. പക്ഷെ യു ഷുഡ് നോ ലൈക്ക് എൻ്റെ ഒരു എൻ ഗോൾ എങ്ങോട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്നുള്ളത്. അതർവൈസ് യു ക്യാൻ ഈസിലി ബിക്കം ഡയറക്ഷൻലെസ്. നമ്മൾ പറയുമല്ലോ, ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് ഡയറക്ഷൻ ഇല്ല എന്ന് പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ആ കറക്റ്റ് ഡയറക്ഷനിലേക്ക് അവരെങ്ങനെ എത്തിക്കണം എന്നുള്ളതിന് വേണ്ടി ആസ് എ സിസ്റ്റം, as a personal, what are we doing is still something that each of us should be asking us, right? Correct. And I believe നമ്മളിപ്പോൾ I think കഴിഞ്ഞൊരു 5 വർഷമായിട്ട് തന്നെ നമ്മൾ തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. അപ്പം വി ഹാഡ് ബീൻ ട്രൈങ് ടു ഡെവലപ്പ് എ സിസ്റ്റം. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഫോർ ദി പാസ്റ്റ് 5 years. ബിക്കോസ് നമ്മളെല്ലാവരും ഇവിടെ ഒരു റിയലൈസേഷൻ്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിഖിലും ലിജിലും പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ അതിൽ റൈറ്റ് മെൻറ്റർഷിപ്പ് അതൊന്ന് ഫില്ലിൻ ചെയ്യാനായിട്ട് വളരെ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. ആൻഡ് that is actually one fundamental reason why I took up academics as my career. Because ഒന്ന് എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴേക്കും റൈറ്റ് ഫ്രം മൈ സ്കൂൾ ടൈമിങ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ദാറ്റ്സ് ഹൗ ഐ യൂസ് ടു സ്റ്റഡി ആൻഡ് മൈ ഫ്രണ്ട്സ് യൂസ് ടു എൻകറേജ് മീ. ഓക്കെ, വിഷ്ണു നീ പറഞ്ഞു തരുന്നതെല്ലാം തന്നെ എളുപ്പമാണ്, കുറച്ചൊരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു.
And that is one major reason why you took up academics. Probably like the very smallest thing, right? അല്ലേ നമ്മൾ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. കാരണം അതിൻ്റെ അകത്ത് ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ്, വേറെ വലിയ ആൾക്കാരൊന്നും അല്ല, എൻ്റെ ചുറ്റുപാടുള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറയുകയാണ്, നീ നല്ലപോലെ പറഞ്ഞു തരുന്നുണ്ട്, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി ഇൻസ്പയർഡ് സംബഡി ടു ബി ഡൂയിങ് എ പ്രൊഫഷൻ. ചെറിയ മൊമെന്റ്സ് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതെ, അപ്പോൾ ഞാനിത് സ്കൂൾ സമയം തൊട്ടേ ഞാനിത് കേട്ടിട്ടുണ്ട്. ആൻഡ് 12th ബോർഡ് എക്സാംസ് നടക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർ 3 ദിവസം 4 ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പാതിരാത്രി 12 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐ യൂസ് ടു ലേൺ ബിഫോർ ഹാൻഡ് ആൻഡ് ദെൻ ഐ യൂസ് ടു ടീച്ച് ദം. ഓക്കെ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അപ്പോഴേ എഫേർട്ട് എടുക്കുന്നുണ്ട്. കൈൻഡ് ഓഫ് എനിക്കതൊരു അഡിക്ഷൻ പോലെയായിരുന്നു. ബിക്കോസ് ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അത് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് അതിൻ്റെ റിസൾട്ട് വന്ന് കാണുമ്പോഴാണ് നമുക്കത് ശരിക്കും ഒരു എന്താ പറയാ, ഒരു റിവാർഡിങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് വരുന്നത്. അക്കാഡമിക്സ് പോലെ നമുക്ക് ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സന്തോഷം കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് അറിയാം. ലൈക്ക് യുനോ, ഞാൻ വിഷ്ണുവിനോടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഒരു കുട്ടി പ്ലേസ്ഡ് ആയി അവൻ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു കുട്ടീനെ അല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ കുട്ടിയുടെ ചുറ്റുമുള്ള ഫാമിലി, ആ ഫാമിലിക്ക് അവിടെ ഒരു ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ബിൽഡാവാണ്. ഇനി ഈ പയ്യൻ ചിലപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ പറയുവാണ്, ഇപ്പം നമ്മൾ ഒരു ജനറേഷനിൽ ഒരാളാണ് ആ ഒരു ഹിറ്റ് എടുക്കുന്നത്. നമ്മൾ ഒരാൾ ഈ പറഞ്ഞിരിക്കുന്ന നോർമൽ റൂട്ടിൽ നിന്ന് മാറി ഒന്ന് ചാടി കടന്ന് അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും ആ ഫാമിലിയുടെ നെക്സ്റ്റ് ജനറേഷൻസ് സെറ്റായി, അവനൊരു ബേസ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ വിത്തിൻ ഫാമിലി തന്നെ നമുക്ക് ഒരാളെ നോക്കി കാണാനുണ്ടാവും എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അപ്പം നമുക്ക് കോൺഫിഡൻസ് ആയി. ഓക്കെ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് മൈ അങ്കിൾ, ബിക്കോസ് ഐ സോ ഫ്രം നമ്മൾ ഫാമിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നിട്ട് പെട്ടെന്ന് ഒരാൾ വേറൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി. ഓക്കെ, നമ്മൾ ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നല്ലോ. അപ്പോൾ ഒരു കുട്ടി പ്ലേസ്ഡ് ആകുമ്പം അതിൻ്റെ കൂടെയുള്ള ഒരു എൻറ്റയർ ഇക്കോണമിയാണ് നമ്മളവിടെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ അവനും ലൈക്ക് ഫോർ എവർ, ലൈക്ക് യുനോ ഇപ്പം ടുഡേ വെൻ ഐ ഗോ ഔട്ട് ഇൻ കൊച്ചി, കാലിക്കറ്റ്, ചെന്നൈ ഓർ അതർ പ്ലേസസ് നൗ, ഇപ്പം ഐ ഈവൻ ഗോ ടു ആന്ധ്ര. സോ അവിടെ പോകുമ്പോൾ നമ്മൾ പുറത്തൊരാൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ആൻഡ് വെൻ ദേ ഐഡൻറ്റിഫൈ ദേ സേ ഓക്കെ, ടീച്ചർ എന്നുള്ള ഐഡന്റിഫിക്കേഷൻ നമുക്കൊരു ഭയങ്കര സ്വീറ്റ് ആൻഡ് ഒരു സാറ്റിസ്ഫാക്ടറി ഐഡന്റിഫിക്കേഷൻ ആണ്. അതിന്റെ ഒരു എസെൻസ് ഞാൻ ഇപ്പോൾ കറന്റ്ലി വെരി റീസെന്റ് അതൊന്ന് ഫീൽ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ബട്ട് ഐ ക്യാൻ സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ജോയ്. നമ്മളത് പറയുമ്പോഴേക്കും ഇറ്റ്സ് when both of you actually express it, like it resonates to me, like എന്താണ് what exactly that joy means. പക്ഷെ അവിടെ തന്നെ എനിക്ക് വേറൊരു പോയിന്റ്, എനിക്ക് ഫ്രം വെരി സ്മോൾ വേർഡ് ദാറ്റ് യു പിക്ഡ് ഏർലിയർ, ലൈക്ക് ഒരു ഓവർ അവയർനെസ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു നമ്മൾ. ബിക്കോസ് നമ്മൾ ഗ്യാപ്പിനെ പറ്റി പറഞ്ഞു, ഗ്യാപ്പ് ഇസ് എവിഡൻറ്റ്, ബട്ട് ഓവർ അവയർനെസ് ഇസന്റ് ദാറ്റ് ഈക്വലി എന്താ പറയുക, നമ്മുടെ ഒരു ഗ്യാപ്പിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ അത്രയും പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമല്ലേ നമ്മളൊരു ഓവർ അവയർനെസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ബിക്കോസ് ഇന്നത്തെ കാലത്ത് അത് കൂടുതൽ കാണുന്നുണ്ട്. നമുക്ക് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവറിത്തിങ് ഈസ് അവൈലബിൾ അറ്റ് ദ ടിപ്പ് ഓഫ് യുവർ ഹാൻഡ്. അങ്ങനെ വരുമ്പോഴേക്കും ആൾക്കാർക്ക് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസും വളരെ കൂടുതലാണ്. സോ മോസ്റ്റ് പ്രോബ്ലി റൈറ്റ് ഡിസിഷൻ എടുക്കാനായിട്ടായിരിക്കില്ല. യെസ്, എക്സാക്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവും. സ്ക്രീനിങ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെയും ഈ മെന്റർഷിപ്പിന്റെ ഒരു അഭാവം മിക്കവാറും കാണാറുണ്ട്. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം കുട്ടികളുടെ അടുത്ത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ വർക്ക് ചെയ്തിരുന്ന കുട്ടികളുടെ അടുത്താണെങ്കിലും കോർപ്പറേറ്റിലേക്ക് ഇനീഷ്യലി കയറുമ്പോൾ ഞാൻ പറയും, ഫിക്സ് എ മെന്റർ. Follow that mentor for next 2 to 3 years. See what that person does. See how he behaves with the people. See how he talks to the client. Learn from him. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കത് ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറ്റ്സ് ഇൻ ആൻ ഓഫീസ് സ്പേസ് ഇറ്റ്സ് മച്ച് ഈസിയർ. യു ക്യാൻ ഷോ എ പേഴ്സൺ, യു ക്യാൻ ഫൈൻഡ് എ പേഴ്സൺ. പക്ഷെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ ലോട്ട് ഓഫ് പീപ്പിൾ. സോ ആ ഒരു ഡെലേമ ഇസ് മേക്കിംഗ് സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡ്, ഓർ ലൈക്ക് ദാറ്റ് ഡെലേമ ഇസ് ആക്ച്വലി ഹെൽപ്പിംഗ് ദം. എങ്ങനെ, ഹൗ ഡു യു സീ ദാറ്റ് ഷിഫ്റ്റ്? എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ മെൻറ്റേഴ്സ് ആസ് ഫാർ as ദി സ്റ്റുഡൻസ് ആർ കൺസേൺഡ് കംസ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലെവൽ. ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ ടീം മെമ്പേഴ്സൊക്കെ ആയിരിക്കും നോർമലി മെൻറ്റേഴ്സിൻ്റെ ഇനീഷ്യൽ റോൾസ് എടുക്കുന്നുണ്ടാവുക. ബിക്കോസ് നിഖിൽ പറഞ്ഞ പോലെ ജോലിക്ക് കയറി കഴിയുമ്പോഴേക്കും അവിടെ നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്. ബട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് മെൻറ്റേഴ്സ് കുറവാണ്. ആൻഡ് ഞാനിപ്പോൾ CA പഠിക്കുന്ന സമയത്ത് ആക്ച്വലി എന്നെ പഠിപ്പിച്ചിരുന്ന സാറുമാരെല്ലാവരും അത്യാവശ്യം നല്ല കാലിബറുള്ള ആൾക്കാരായിരുന്നു.
ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത എൻ്റെ ഓഫീസിലുള്ള എൻ്റെ സാറും മാമും അതേപോലെ തന്നെ ദേ വെർ ലിറ്ററലി ദി എക്സാമ്പിൾസ്. എങ്ങനെയാണ് ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ ടാസ്കുകളും കറക്റ്റായിട്ട് ചെയ്ത് തീർക്കേണ്ടത്. ഐ ലേൺഡ് ഓൾ ദോസ് തിങ്സ് ഫ്രം ദം. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ CA പാസ്സായതിനു ശേഷം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരു റിഡൻഡൻസിയുടെ എലമെൻറ്റ് വരുന്ന ഒരു ജോലിയും ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ദാറ്റ്സ് വൈ ഐ നെവർ ടുക്ക് അപ്പ് അക്കൗണ്ടിങ് ഓർ ടാക്സേഷൻ ആസ് മൈ കരിയർ ഓപ്ഷൻ. ഇൻ്റർനാഷണൽ കരിയറിലോട്ട് പോകണം. എനിക്ക് ഓഡിറ്റ്സ് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു, ഇൻവെസ്റ്റിഗേഷൻസ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു മേഖലയാണ്. പിന്നെ എനിക്ക് താല്പര്യമുള്ളത് പഠിപ്പിക്കില്ല. അപ്പോൾ what I thought was okay, എന്നാൽ പിന്നെ അക്കാഡമിക്സ് എന്ത് വന്നാലേ അക്കാഡമിക്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് നമ്മുടെ കൺവീനിയൻസിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് വർക്കും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ബട്ട് CA അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മെൻറ്റർഷിപ്പ് കിട്ടിയിട്ട് പാസ്സായി എനിക്ക് CPA വന്നപ്പോഴേക്കും അവിടെ CPA പഠിപ്പിച്ച ഫാക്കൽറ്റി ആയിരുന്നു. എനിക്ക് അവിടെയും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, ബിക്കോസ് എൻ്റെ സാറും CPA ക്വാളിഫൈ ചെയ്ത ആളായിരുന്നു. ഹി വാസ് ഏബിൾ ടു ഹെൽപ്പ് മീ ഔട്ട് വിത്ത് ദി എൻറ്റയർ എക്സാമിനേഷൻ സ്ട്രക്ചർ. ബട്ട് പിന്നെ ഞാൻ കണ്ടൊരു പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ ഫെല്ലോ ആസ്പിറൻസിൻ്റെ കേസിലാണ് പ്രശ്നം കണ്ടു തുടങ്ങിയത്. ബിക്കോസ് ഞാൻ CPA പെർസ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ എക്സാം സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ഒന്നില്ലെങ്കിൽ അമേരിക്കയിൽ പോകണം, അല്ലെങ്കിൽ ദുബായ് പോയിട്ട് എക്സാമിനേഷൻ എഴുതണം. ആൻഡ് ഇത് പെർസ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കുറവാണ്. ഐ തിങ്ക് CPA ഞാൻ പെർസ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു ബാച്ച് ലെവലിൽ കുറച്ചൊരു ബാച്ച് എന്ന് പറഞ്ഞ രീതിയിലേ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്തായിരുന്നു. ആ കേരളത്തിലെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു ഞാൻ. ആ സമയത്ത് എൻ്റെ സാറ് ഓക്കെ ആയിരുന്നു, എൻ്റെ സാർ എന്നെ നന്നായിട്ട് പറഞ്ഞൊക്കെ തരുമായിരുന്നു, പുള്ളിക്കാരൻ CPA ആയതുകൊണ്ട് തന്നെ. പക്ഷേ ആസ്പിറൻസിൻ്റെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല. ആസ്പിറൻസിൻ്റെ കേസിൽ മിക്കവാറും CPAക്കാരല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ പഠിപ്പിക്കാൻ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രെയിനേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരായിരിക്കാം. ആൻഡ് ഇത് അവർ പറയുമ്പോഴേക്കും അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ടി അവരിങ്ങനെ ഷെയർ ചെയ്യും. ദേ ഹാവ് നോട്ട് എക്സ്പീരിയൻസ് ദി ജേർണി ഓഫ് എ CPA, ദെൻ ഹൗ ക്യാൻ ദേ ഹെൽപ്പ് ദം? അതന്നെ എൻ്റെ തോട്ടിലും വന്ന മെയിൻ ക്വസ്റ്റ്യൻ അതായിരുന്നു വെൻ യു ആർ സ്പീക്കിംഗ് ഇറ്റ്. ബിക്കോസ് നമ്മൾ സഞ്ചരിക്കാത്തൊരു വഴി നമുക്ക് എങ്ങനെ മറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അത് ഒരു ഡിഫിക്കൽട്ട് പൊസിഷനാണ്. എല്ലാവരുടെയും ഇപ്പം വിഷ്ണു പറഞ്ഞത് കറക്റ്റ് പോയിൻ്റാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വിസിബിളി കാണാൻ പറ്റുന്നത് ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും വിസിബിൾ എനിക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ ഫാക്കൽറ്റീനെയാണ്. അപ്പോൾ ആ റൈറ്റ് ഫാക്കൽറ്റി ആ പോഡിയത്തിൽ ഇരിക്കുക എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ഇൻ മൈൻഡ്. ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു പ്ലേസ് എനിബഡി ഫോർ ദാറ്റ് സേക്ക് ഓഫ് ബീങ് എ ഫാക്കൽറ്റി. ഐ നീഡ് ടു പ്ലേസ് ദ ഗൈ ഹൂം ദീസ് സ്റ്റുഡൻസ് ക്യാൻ ആക്ച്വലി ഗെറ്റ് മോട്ടിവേറ്റഡ് ഫ്രം. നമ്മളൊരു ബിയോണ്ട് ജസ്റ്റ് ഒരു ബുക്സ് മാത്രമാണ്. ഇപ്പം നമുക്കൊരു വെറും ബുക്സിലുള്ള കാര്യം ChatGPT കൊടുക്കുന്ന പോലെ നമ്മൾ ഒരു സ്റ്റുഡൻ്റ് അടുത്തേക്ക് പാസ് ഓൺ ചെയ്യലല്ല. നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യുന്നത് ഒരു കോൺഫിഡൻസ് ആണ്, ഇൻസ്റ്റിൽ ചെയ്യുന്നത് ഒരു ഡ്രീമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം നമ്മുടെ ജേർണി കൂടെ അതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നത്. ദിസ് ഈസ് ഹൗ ഇറ്റ് ഇസ് ഡൺ. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ ജേർണിയിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എവറി ടൈം വെൻ ഐ ഷെയർ ദാറ്റ്, ലൈക്ക് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, യു ഡോണ്ട് ഹാവ് ദ ടൈം ടു ഡു ഓൾ ദ മിസ്റ്റേക്സ് ഇൻ യുവർ ലൈഫ്. Learn from others' mistake. Exactly. We have done a lot of that. So adil padikka. That is how mentors work. Like that is how role models work. ഒബ്വിയസ്ലി അതിൽ ആ ഒരു മറ്റുള്ള ആൾക്കാരുടെ മിസ്റ്റേക്സിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ഓൺലി ഹെൽപ്സ് യു ടു ഗ്രോ ഫാസ്റ്റർ. എക്സാക്ട്ലി. ബിക്കോസ് അതാണ് ആ ഒരു പേസിലേക്കാണ് എനിക്ക് ഇനി അടുത്ത വരാനുള്ളത്. വേർ ഇൻ വിച്ച് ആ ഒരു ഫാസ്റ്റർ. നൗ വി ഹിയർ എ ലോട്ട് അബൌട്ട് ലൈക്ക് ഫാസ്റ്റ് ട്രാക്കിംഗ് തിങ്സ്. എന്നിപ്പോൾ if you look around, so I want to pen down specifically into commerce because commerce is now there everywhere. Like if people or the universe have realized that commerce ഇല്ലാതെ ഈ പറഞ്ഞ ഒരു പണ്ട് ചാക്കോമാഷ് പറഞ്ഞ പോലെ നമ്മുടെ ഭൂഗോളത്തിന്റെ സ്പന്ദനം എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഏതൊരു കമ്പനിയുടെ സ്പന്ദനവും അതിന്റെ ഒരു ഫിനാൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ആസ്പെക്ട് ഓഫ് തിങ്സിലാണ്. ഐദർ യു മേക്ക് മണി ഓർ യു ലൂസ് ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് ബിസിനസ്സസ് ഡസ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ പറയുന്ന പോലെ ഒരു റെലവൻസ് ഉണ്ടല്ലോ. റെലവൻസ് ഓഫ് കൊമേഴ്സ് ഹാസ് ഇൻക്രീസ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ അതിലേക്കൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നാളെ വരാൻ പോകുന്ന ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ, what are the things that you think like that they should keep in mind? Because now the sector has expanded like anything. Commerce spectrum വളരെ wide ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ട്. as both of you have mentioned, like പല സ്പെക്ട്രംസ് അതിനകത്ത് ഡിഫറെൻറ്റ് ലെവൽസിൽ ഓപ്പൺ അപ്പ് ചെയ്ത് വരുന്നുണ്ട്. matching the right mentors has always been a challenge. പക്ഷെ ഹോളിസ്റ്റിക്കലി നമ്മൾ ആ ഒരു ഡെവലപ്മെൻറ്റ് എടുക്കുമ്പോഴേക്കും ആസ് എ സ്റ്റുഡൻറ്റ് what he needs to hear from you being an academician or being a professional? ഇന്ത്യ ആസ് സച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കിൽസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൺ നമുക്ക് ലാർജ്
ഇംഗ്ലീഷ് സ്പീക്കിംഗ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ അവൈലബിൾ ആണ്. സിറ്റ്കോംസിലൊക്കെ പറയുന്ന ഒരു സോളാണ്. ഇപ്പം അവർ കോൾ സെന്റർ എന്ന് പറയുമ്പം ഇന്ത്യൻ സ്ലാങ്ങിലാണ് സംസാരിക്കുക. I have worked in a call center part-time during my studies. Oh. And I was dealing with UK clients. എക്സാക്ട്ലി. കോവിഡ് അലൗഡ് എവറിബഡി ടു വർക്ക് ഓൺലൈൻ. അപ്പം നമ്മൾ ഓഫീസിൽ പോകാതിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ത്യയിലിരുന്ന് വർക്ക് ചെയ്താലും US-ലിരുന്ന് വർക്ക് ചെയ്താലും കമ്പനിയെ സംബന്ധിച്ചോളം സെയിം ആണ്. അമേരിക്കൻ കമ്പനീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരിൽ കുറേ ആൾക്കാർ ഇന്ത്യക്കാരാണ്. വൈ? ബിക്കോസ് ഇന്ത്യക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞ് നല്ലപോലെ വർക്ക് ചെയ്യുമ്പോഴേക്കും ദേ ആർ റീച്ചിങ് ടോപ്പ് ലെവൽ പൊസിഷൻസ് ഇൻ MNCs. Something which all of us can take inspiration from. എക്സാക്ട്ലി. കേരളം നോക്കുവാണെങ്കിൽ നമ്മളാണ് എഡ്യൂക്കേഷനിലെ ഫ്രണ്ട്. അപ്പൊ നമ്മളായിരിക്കണം ഈ ഓപ്പർച്യൂണിറ്റി ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, ആ തോട്ടിലാണ് നമ്മൾ പ്രപ്ക്യൂ പോലുള്ള ഒരു സ്ഥാപനം കൺസെപ്ഷ്യലൈസ് ചെയ്യുന്നതും. Upskilling is now part of every profession. Regardless of what work that you do, if you want to stay relevant in market, you need to upskill. Make sure that whatever that you are choosing, that you have an end goal attached to it.